സിനിമ തുടങ്ങുന്നത് വൈകുന്നേരം കളിച്ചുകൊണ്ടിരുന്ന 3 കുട്ടികളെ കാണിച്ചുകൊണ്ടാണ്. അപ്പോഴാണ് ബാങ്കുവിളി കേൾക്കുന്നത്. അത് കേട്ട പെൺകുട്ടി ഭയന്നു പറയുന്നു, ഇപ്പോൾ പുറത്തു നിൽക്കരുത്, ഈ സമയത്ത് ശൈത്താൻ കുട്ടികളെ തേടിയിറങ്ങും. പക്ഷെ അവളുടെ വാക്കുകൾ ആരും ഗൗനിച്ചില്ല. കളിക്കിടെ ഒരു ഹോക്കി സ്റ്റിക്ക് കാട്ടിനുള്ളിലേക്ക് തെറിച്ചു വീഴുന്നു. അതെടുക്കാൻ പോയ കാർത്ത ഒരു കുഴിയിലേക്ക് കൈയിടുന്ന നിമിഷം അകത്തുനിന്ന് ആരോ അവന്റെ കൈ ശക്തമായി പിടിക്കുന്നു. എത്ര വലിച്ചിട്ടും കൈ പുറത്തു വരുന്നില്ല. ഭയന്നവൻ ഉറക്കെ നിലവിളിക്കുന്നു. അതേസമയം വീട്ടിലേക്ക് പോകുകയായിരുന്ന പെൺകുട്ടിക്ക് പിന്നിൽ നിന്ന് ആരോ വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നു. അവൾ തിരിഞ്ഞു നോക്കാതെ നടക്കാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് എന്തോ ഒന്ന് അവളുടെ കാലിൽ പിടിച്ച് കാട്ടിനുള്ളിലേക്ക് വലിച്ചിടയ്ക്കുന്നു. അവളുടെ നിലവിളി കേട്ട് 3ാമത്തെ കുട്ടിയും കാട്ടിലേക്ക് ഓടുന്നു. ഒടുവിൽ കാർത്ത എങ്ങനെയോ കൈ രക്ഷിച്ചെടുക്കുന്നു. പക്ഷെ കൈ പുറത്തെടുത്ത നിമിഷം അവൻ വീണ്ടും ഞെട്ടി നിലവിളിക്കുന്നു. കാരണം അവന്റെ ഒരു വിരലിന്റെ പകുതി ആരോ കടിച്ചു തിന്നിരുന്നു. ആ സീൻ അവിടെ കട്ടാകുന്നു. പിന്നെ കാണിക്കുന്നത് 30 വർഷത്തിന് ശേഷമാണ്. ഒരിക്കൽ എല്ലാവരെയും പോലെ സാധാരണ ജീവിതം നയിച്ചിരുന്ന കാർത്ത ഇന്നൊരു മാനസിക രോഗിയെപ്പോലെയാണ് ജീവിക്കുന്നത്. കാട്ടിനുള്ളിലെ തകർന്ന ഒരു കുടിലിലാണ് അവന്റെ താമസം. ഗ്രാമത്തിലുള്ളവർ എല്ലാവരും അവനെ ഭ്രാന്തനെന്ന് വിളിക്കുകയും അവനെ കണ്ടാൽ പേടിച്ചു മാറി നിൽക്കുകയും ചെയ്യുന്നു. ഒരു ദിവസം രാവിലെ സ്കൂളിലേക്ക് പോകുകയായിരുന്ന 2 കുട്ടികൾ അബദ്ധത്തിൽ കാർത്തയുമായി കൂട്ടിയിടിക്കുന്നു. അവർ ആദിയും സമാനുമാണ്. കാർത്തയെ കണ്ടതും അവർ പേടിച്ചവിടെ നിന്ന് ഓടിപ്പോകുന്നു. സ്കൂളിലെത്തുമ്പോഴേക്കും അവർ വൈകിയിരുന്നു. പതിവ് പോലെ ടീച്ചർ ഇരുവരെയും ശിക്ഷിക്കുന്നു. അപ്പോഴാണ് ക്ലാസ്സിലെ മിടുക്കിയായ ആയുവിനെയും നമുക്ക് പരിചയപ്പെടുന്നത്. സമാനിന്റെ ജീവിതം പക്ഷേ അത്ര എളുപ്പമായിരുന്നില്ല. അവന്റെ കുടുംബം കടുത്ത ദാരിദ്ര്യത്തിലാണ്. അവൻ ദിവസവും തേൻ വിറ്റ് കിട്ടുന്ന പണം കൊണ്ടാണ് വീട്ടിലെ അടുപ്പ് പുകയുന്നത്. അതുകൊണ്ട് സ്കൂൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ തേൻ എത്തിക്കാൻ അവൻ കടയിലേക്ക് പോകും. പക്ഷെ അന്നും അവൻ വൈകിയെത്തിയതോടെ കടയുടമ മാർട്ടോ അവനെ ശകാരിക്കുന്നു. ഇനിയും ഒരിക്കൽ കൂടി വൈകിയാൽ നിന്റെ ചേട്ടനോട് ഞാൻ തന്നെ പറയുമെന്ന്. അതിനിടയിൽ മാർട്ടോയുടെ മകൾ ആയു സൈക്കിൾ എടുക്കാൻ അവിടെ എത്തുന്നു. അവൾ ദിവസവും ഒരാൾക്ക് ഭക്ഷണം കൊണ്ടുപോകാറുണ്ട്. എന്നാൽ ആ ആൾ ആരാണെന്നറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അത് മറ്റാരുമല്ല, കാർത്ത തന്നെയായിരുന്നു. 30 വർഷം മുമ്പ് നടന്ന ആ ഭയാനക സംഭവത്തിനു ശേഷം കാർത്ത ഒരിക്കലും വീട്ടിലേക്ക് മടങ്ങിയിരുന്നില്ല. കാട്ടിനുള്ളിൽ ഒറ്റയ്ക്കാണ് അവൻ ജീവിച്ചിരുന്നത്. പക്ഷെ ആയുവിനു മാത്രം അവനോട് പേടിയില്ല. അവൾ ദിവസവും ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. എന്നാൽ അന്ന് കാർത്തയുടെ മുഖത്ത് പതിവിലും അധികം ഭയം കാണാമായിരുന്നു. ആയുവിന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം പോലും വാങ്ങാതെ അവൻ ഒരു കാര്യം മാത്രം പറഞ്ഞു, വൈകുന്നേരമായി, ഇന്ന് പുറത്തു നിൽക്കരുത്. എന്തോ വലിയ അപകടം നടക്കാൻ പോകുന്നുണ്ടെന്ന് അവൻ ഉറപ്പായിരുന്നു. അതേസമയം പള്ളിയിൽ എല്ലാ കുട്ടികളെയും കൂട്ടി അവരുടെ ടീച്ചർ വീണ്ടും ഒരു മുന്നറിയിപ്പ് നൽകുന്നു. ബാങ്ക് വിളി കേട്ടാൽ എവിടെയായാലും ഉടൻ വീട്ടിലേക്കോ പള്ളിയിലേക്കോ പോവണം, അല്ലെങ്കിൽ ശൈത്താൻ നിങ്ങളെ തേടിയെത്തും. ഗ്രാമത്തിലെ പലരും ഇതൊരു വിശ്വാസമായി മാത്രമാണ് കണ്ടത്. പക്ഷേ കാർത്തിക്ക് മാത്രം അറിയാമായിരുന്നു, 30 വർഷം മുമ്പ് അവന്റെ ജീവിതം തകർത്ത അതേ രാത്രി വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണെന്ന്. അന്നേ രാത്രി സമാൻ വീട്ടിലായിരുന്നു. രോഗബാധിതയായ മുത്തശ്ശിക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തുനിന്ന് ആരോ നടക്കുന്നതുപോലൊരു ശബ്ദം അവൻ കേൾക്കുന്നത്. ആദ്യം അത് തന്റെ ചേട്ടനാണെന്ന് സമാൻ കരുതുന്നു. എന്നാൽ അടുത്ത നിമിഷം വാതിൽ തുറന്ന് അകത്തേക്ക് വന്നത് ശരിക്കും അവന്റെ ചേട്ടനായിരുന്നു. തേനെത്തിക്കാൻ വൈകിയതിന്റെ ദേഷ്യത്തിൽ അയാൾ സമാനിനെ മർദ്ദിക്കുകയും വീണ്ടും ഇങ്ങനെ സംഭവിച്ചാൽ വെറുതെ വിടില്ലെന്ന് മുന്നറിയിപ്പ് നൽകി പുറത്തേക്ക് പോകുകയും ചെയ്യുന്നു. പക്ഷെ ചേട്ടൻ പോയ ശേഷവും വീട്ടിൽ ആരോ ഉണ്ടെന്ന തോന്നൽ സമാനിനെ വിട്ടുമാറിയില്ല. അവന്റെ പിന്നിൽ നീണ്ട മുടിയുള്ള ഒരു കറുത്ത നിഴൽ നിശബ്ദമായി നിൽക്കുന്നത് അവൻ കാണുന്നു. ഒരു നിമിഷം സമാൻ ഭയന്നു വിറയ്ക്കുന്നു. പക്ഷെ അത് വെറും തോന്നലാണെന്ന് കരുതി സ്വയം ആശ്വസിപ്പിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അവന്റെ വീട്ടിൽ മറ്റാരോ ഉണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ എല്ലാം പഴയതുപോലെ തന്നെ തുടങ്ങുന്നു. സമാൻ തേൻ കുപ്പികളുമായി വീണ്ടും യാത്ര തിരിക്കുന്നു. വഴിയിലുടനീളം തേൻ വിതരണം ചെയ്ത് സ്കൂളിലെത്തുമ്പോൾ വീണ്ടും വൈകി പോകുന്നു. അതോടെ ടീച്ചർ വീണ്ടും ശിക്ഷിക്കുന്നു. സ്കൂൾ കഴിഞ്ഞപ്പോൾ ആദി സമാനിനോട് ഒരു ഐഡിയ പറയുന്നു. ഇന്ന് പട്ടണത്തിൽ പോയി ഒരു സിനിമ കണ്ടാലോ? ഇരുവർക്കും ആ ആശയം ഇഷ്ടപ്പെടുന്നു. അവർ വഴിയിലൂടെ വന്ന ഒരു വാനിൽ ലിഫ്റ്റ് വാങ്ങി പട്ടണത്തിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അതേസമയം കാട്ടിലുണ്ടായിരുന്ന കാർത്ത പെട്ടെന്ന് അസ്വാഭാവികമായ എന്തോ അനുഭവിക്കുന്നു. അവൻ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ഉപേക്ഷിച്ച് കുന്നിൻ മുകളിലേക്ക് ഓടിക്കയറുന്നു. ആകാശത്തേക്ക് നോക്കിയ അവൻ ശരിക്കും ഞെട്ടിപ്പോകുന്നു. കാരണം ആകാശം മുഴുവൻ അസ്വാഭാവികമായി ചുവന്ന നിറത്തിലായിരുന്നു. ആ കാഴ്ച കണ്ടതോടെ 30 വർഷം മുമ്പ് നടന്ന ആ രാത്രി കാർത്തയുടെ മനസ്സിലേക്ക് വീണ്ടും ഓടിയെത്തുന്നു. ഇതേ ആകാശം, ഇതേ സന്ധ്യ, ഇതേ ഭയം, അവൻ മനസ്സിൽ പറയുകയായിരുന്നു. അതേസമയം വാനിലിരുന്ന ആദിയും സമാനും പതിവ് പോലെ ടീച്ചറെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ദേഷ്യത്തിൽ സമാൻ തമാശയായൊരു വാക്കു പറഞ്ഞു. ആ ടീച്ചറൊന്നും മരിച്ചുപോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ വാക്കുകൾ കേട്ട ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി അവനെ ശകാരിക്കുന്നു. ഇങ്ങനെയൊന്നും പറയരുത്, ചില വാക്കുകൾക്ക് വലിയ വില കൊടുക്കേണ്ടി വരും.
സമാൻ പറഞ്ഞ ആ വാക്കുകൾ ഏതാനും നിമിഷങ്ങൾക്കകം യാഥാർത്ഥ്യമാകുമെന്ന് അപ്പോൾ അവരാരും അറിഞ്ഞിരുന്നില്ല. സീൻ നേരെ ടീച്ചറുടെ വീട്ടിലേക്ക് മാറുന്നു. വീട്ടിലെത്തിയ ടീച്ചർക്ക് എന്തോ അസ്വാഭാവികമായത് അനുഭവപ്പെടാൻ തുടങ്ങുന്നു. ആരുമില്ലാത്ത വീട്ടിൽ വാതിൽ തനിയെ തുറക്കുകയും അടയുകയും ചെയ്യുന്നു. ലൈറ്റുകൾ തുടർച്ചയായി മിന്നിമറയുന്നു. ആദ്യം കാറ്റാകാമെന്ന് കരുതി ടീച്ചർ വാതിൽ അടയ്ക്കുന്നു. പക്ഷേ കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ അത് വീണ്ടും തുറക്കുന്നു. ഇത് പലതവണ ആവർത്തിച്ചതോടെ ടീച്ചർ വാതിൽ പൂട്ടുന്നു. എന്നാൽ പിന്നിലുള്ള വാതിൽ പതിയെ തുറക്കാൻ തുടങ്ങുന്നു. ആ ശബ്ദം കേട്ട് ടീച്ചർ ഭയത്തോടെ അങ്ങോട്ട് നോക്കിയപ്പോൾ വാതിലിനു മുന്നിൽ നീണ്ട മുടിയുമായി ഭീകരരൂപത്തിൽ ആരോ നിൽക്കുന്നത് അവൾ കാണുന്നു. ഭയന്ന് ഓടാൻ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ ആ ദുരാത്മാവ് അവളെ പുറത്തേക്ക് വലിച്ചിഴയ്ക്കുന്നു. അടുത്ത നിമിഷം ടീച്ചറുടെ ശരീരത്തിലേക്ക് ആ ശക്തി പ്രവേശിക്കുന്നു. അവൾക്ക് ശ്വാസം മുട്ടി തുടങ്ങുന്നു. കഴുത്ത് ആരോ ഞെരിക്കുന്നത് പോലെ അവൾ പിടയുന്നു. ഒടുവിൽ ആരും രക്ഷിക്കാൻ എത്തുന്നതിനു മുമ്പേ അവൾ മരിച്ചു വീഴുന്നു. പിറ്റേന്നു രാവിലെ ടീച്ചറുടെ മരണവാർത്ത ഗ്രാമം മുഴുവൻ ഞെട്ടിക്കുന്നു. ഇന്നലെ വരെ എല്ലാവരോടും സംസാരിച്ചിരുന്ന ഒരാൾ ഒറ്റ രാത്രി കൊണ്ട് ദുരൂഹമായി മരിച്ചിരിക്കുന്നു. ഈ വാർത്ത കേട്ട് ആദിയും സമാനും ഉടൻ അവിടേക്കെത്തുന്നു. ടീച്ചറുടെ മൃതദേഹം കണ്ടത് മാത്രം സമാന്റെ മുഖം മാറിപ്പോകുന്നു. കാരണം ഇന്നലെ ദേഷ്യത്തിൽ അവൻ പറഞ്ഞ ഒരു വാക്ക് ഇപ്പോഴും അവന്റെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ആ ടീച്ചർ മരിച്ചു പോയിരുന്നെങ്കിൽ. താൻ പറഞ്ഞ ആ വാക്കുകൊണ്ടാണോ ഇതെല്ലാം സംഭവിച്ചതെന്ന കുറ്റബോധം അവനെ വേട്ടയാടാൻ തുടങ്ങുന്നു. അത് മനസ്സിലാക്കിയ ആദി തമാശയായി തന്നെയെങ്കിലും സമാനെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നു. നീ അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ലേ? ഈ വാക്കുകൾ കേട്ടതോടെ സമാൻ തകർന്നു പോകുന്നു. കരഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. പക്ഷേ അവനെ കാത്തിരുന്നത് അതിലും ഭീകരമായ ഒന്നായിരുന്നു. കാരണം ആ നിമിഷം മുതൽ സമാൻ ഒരിക്കലും പഴയ സമാനായി തുടരാൻ പോകുന്നില്ല. ടീച്ചറുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞെങ്കിലും സമാനിന്റെ മനസ്സിലെ ഭയം മാത്രം മാറിയില്ല. അന്ന് രാത്രി വീട്ടിലെത്തിയ അവൻ മുഖം കഴുകാൻ വെള്ളമെടുക്കുന്നു. എന്നാൽ വെള്ളത്തിൽ മുഖം കഴുകിയ നിമിഷം അതിൽ നിന്ന് കറുത്ത പുക പോലൊരു രൂപം പുറത്തേക്ക് ഉയരുന്നത് അവൻ കാണുന്നു. അവൻ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കും മുമ്പേ ആ ദുരാത്മാവ് നേരെ അവന്റെ ശരീരത്തിലേക്ക് കയറി. ആ നിമിഷം മുതൽ സമാനിന്റെ പെരുമാറ്റം പൂർണ്ണമായും മാറി തുടങ്ങുന്നു. പിറ്റേന്ന് ഗ്രാമത്തിലേക്ക് ഒരു പുതിയ ടീച്ചർ എത്തുന്നു. എല്ലാവരും അവരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. എന്നാൽ കാർത്ത മാത്രം ദൂരെ നിന്ന് അവരെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ആ ടീച്ചറെ കണ്ട നിമിഷം തന്നെ കാർത്തയുടെ മുഖത്ത് വീണ്ടും ഭയം നിറഞ്ഞിരുന്നു. ഇതിനിടെ ആദി പതിവ് പോലെ സ്കൂളിലെത്തുന്നു. പക്ഷെ സമാനെ അവിടെ എവിടെയും കാണാനില്ല. എല്ലാവർക്കും അത് ചെറിയൊരു കാര്യമെന്നായിരുന്നു തോന്നിയത്. എന്നാൽ യഥാർത്ഥത്തിൽ സമാനിന്റെ ഉള്ളിൽ മറ്റാരോ ജീവിക്കാൻ തുടങ്ങിയിരുന്നു. അന്നേ ദിവസം സമാനിന്റെ ചേട്ടൻ അവനെ അന്വേഷിച്ച് വീട്ടിലെത്തുന്നു. തേൻ വിതരണം ചെയ്യാതെ ദിവസങ്ങളായി നടക്കുന്നതിന്റെ ദേഷ്യത്തിൽ വീണ്ടും അവനെ അടിക്കാൻ തുടങ്ങുന്നു. പക്ഷേ ഇപ്രാവശ്യം എല്ലാം മാറിയിരുന്നു. മുമ്പ് പേടിച്ച് നിൽക്കാറുണ്ടായിരുന്ന സമാൻ ഇപ്പോൾ യാതൊരു ഭയവും കാണിക്കുന്നില്ല. പകരം അവൻ വിചിത്രമായി ചിരിക്കാൻ തുടങ്ങുന്നു. അവൻ്റെ കണ്ണുകൾ പതിയെ മാറുന്നു. അടുത്ത നിമിഷം സമാനിന്റെ ശരീരത്തിൽ നിന്ന് ഒരു ഭീകരരൂപം പുറത്തേക്ക് വരുന്നു. അത് ചേട്ടന്റെ മുന്നിൽ നിൽക്കുകയും പിന്നെ വീണ്ടും സമാനിന്റെ ശരീരത്തിലേക്ക് കയറുകയും ചെയ്യുന്നു. അതിനുശേഷം സംഭവിക്കുന്നത് ആരും പ്രതീക്ഷിക്കാത്തതാണ്. സ്വന്തം നിയന്ത്രണം നഷ്ടപ്പെട്ട സമാൻ കയ്യിൽ കിട്ടിയ കത്തി ഉപയോഗിച്ച് സ്വന്തം ചേട്ടനെ വീണ്ടും വീണ്ടും കുത്താൻ തുടങ്ങുന്നു. ഒടുവിൽ അവൻ്റെ ചേട്ടൻ അവിടെ തന്നെ മരിച്ചു വീഴുന്നു. എന്നാൽ സമാനിന് താൻ എന്താണ് ചെയ്തതെന്ന് പോലും അറിയില്ല. ചേട്ടനെ കൊന്നതിന് ശേഷവും ആ ദുരാത്മാവിന്റെ ദാഹം അവസാനിച്ചില്ല. സമാനിന്റെ ശരീരം ഉപയോഗിച്ച് അത് നേരെ ആയുവിന്റെ വീട്ടിലേക്ക് പോകുന്നു. അവിടെയുണ്ടായിരുന്ന എല്ലാ കോഴികളെയും ക്രൂരമായി കൊന്ന് അവയുടെ രക്തം ഓരോ തേൻ കുപ്പികളിലും നിറയ്ക്കുന്നു. ഒന്നും അറിയാതെ കടയിൽ നിന്നിരുന്ന ആയുവിന്റെ അച്ഛന് സമാൻ ആ കുപ്പികൾ കൈമാറുന്നു. കുപ്പി തുറന്നതും അതിൽ നിന്ന് തേനിനു പകരം കട്ടിയുള്ള രക്തം പുറത്തേക്ക് ഒഴുകുന്നു. ആ കാഴ്ച കണ്ട ആയുവും അച്ഛനും ഞെട്ടിപ്പോകുന്നു. ഇതിനിടയിൽ സ്കൂളിൽ ആയുവിന് വീണ്ടും ഒരു വിചിത്ര അനുഭവം ഉണ്ടാകുന്നു. മരിച്ചുപോയ പഴയ ടീച്ചറുടെ ആത്മാവ് അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. പക്ഷേ അതവളെ ഉപദ്രവിക്കാനല്ല വന്നത്. ആ ആത്മാവ് ഒരേയൊരു വാക്ക് മാത്രം വീണ്ടും വീണ്ടും പറയുകയാണ്: സമാൻ. ആദ്യമൊന്നും ആയുവിന് അതിന്റെ അർത്ഥം മനസ്സിലാവുന്നില്ല. വൈകുന്നേരം വീട്ടിലെത്തിയപ്പോഴാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത അവളെ കാത്തിരുന്നത്. അവരുടെ വീട്ടിലെ എല്ലാ കോഴികളെയും ആരോ കൊന്നിരിക്കുന്നു. അതിനു പിന്നിൽ സമാനാണെന്ന് എല്ലാവർക്കും സംശയം തോന്നുന്നു. പോലീസും ഗ്രാമവാസികളും ഉടൻ സമാനിന്റെ വീട്ടിലെത്തുന്നു. പക്ഷേ അവിടെ അവർ കണ്ട കാഴ്ച എല്ലാവരെയും നടുക്കുന്നതായിരുന്നു. സമാനിന്റെ ചേട്ടൻ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കുകയായിരുന്നു. അതേസമയം ആദിക്കൊരു കാര്യം മനസ്സിലാവുന്നു. സമാൻ വിഷമമുള്ളപ്പോൾ എപ്പോഴും പോകാറുള്ള ചില സ്ഥലങ്ങൾ അവൻ അറിയാമായിരുന്നു. അവൻ അവിടെയെല്ലാം തിരയാൻ തുടങ്ങുന്നു. ഒടുവിൽ ഗ്രാമത്തിന് പുറത്തുള്ള ഒരു നദിയുടെ നടുവിൽ സമാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ആദി കാണുന്നു.
ഉടൻ ഗ്രാമവാസികളെ വിളിച്ചു വരുത്തി അവർ സമാനെ പിടിച്ചു വീട്ടിലെത്തിക്കുന്നു. എന്നാൽ അവൻ സാധാരണ നിലയിലായിരുന്നില്ല. ആരോടും സംസാരിക്കുന്നില്ല. പകരം മനസ്സിലാകാത്ത ഭാഷയിൽ എന്തൊക്കെയോ പിറുപിറുക്കുകയാണ്. അവനെ കണ്ട എല്ലാവർക്കും ഒരു കാര്യം വ്യക്തമായി. സമാനെ ഒരു ദുരാത്മാവ് പൂർണ്ണമായി കീഴടക്കിയിരിക്കുകയാണ്. എന്നാൽ ആ ദുരാത്മാവിന്റെ യഥാർത്ഥ ലക്ഷ്യം സമാൻ മാത്രമായിരുന്നില്ല. സമാന്റെ അവസ്ഥ ദിനം പ്രതി വഷളാകുകയായിരുന്നു. അവൻ ഒറ്റയ്ക്ക് മുറിയിലിരുന്നപ്പോൾ പെട്ടെന്ന് അവന്റെ മുന്നിൽ 2 ആത്മാക്കൾ പ്രത്യക്ഷപ്പെടുന്നു. ഒന്ന് അവൻ സ്വന്തം കൈകൊണ്ട് കൊന്ന ചേട്ടൻ്റേത്, മറ്റൊന്ന് ദുരൂഹമായി മരിച്ച പഴയ ടീച്ചറുടേത്. ആ 2 ആത്മാക്കളും അവനെ മാനസികമായി തകർക്കാൻ തുടങ്ങുന്നു. നീ ജീവിച്ചിരിക്കേണ്ടവനല്ല, എല്ലാത്തിനും കാരണം നീയാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ സമാനെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു. ഒടുവിൽ ആ സമ്മർദ്ദം താങ്ങാനാകാതെ സമാൻ സ്വന്തം ജീവൻ ഒടുക്കുന്നു. സുഹൃത്തിന്റെ മരണവാർത്ത ആദിയെ പൂർണ്ണമായി തകർക്കുന്നു. സ്കൂൾ കഴിഞ്ഞിട്ടും അവൻ അവിടെ തന്നെ ഒറ്റയ്ക്കിരുന്നു പ്രാർത്ഥിക്കുന്നു. പക്ഷേ വൈകുന്നേരം സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവൻ വിശ്വസിക്കാനാകാത്ത ഒരു കാഴ്ച കാണുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ച സമാൻ സ്കൂളിനുള്ളിൽ നിന്ന് തറ വൃത്തിയാക്കുകയാണ്. സുഹൃത്താണെന്ന് കരുതി ആദി അവന്റെ അടുത്തേക്ക് നടക്കുന്നു. എന്നാൽ അത് സമാനല്ലായിരുന്നു. അവന്റെ രൂപത്തിൽ നിന്നിരുന്ന ഒരു ദുരാത്മാവായിരുന്നു. ആദി അടുത്തെത്തിയ നിമിഷം തന്നെ ആ ദുരാത്മാവ് അവന്റെ ശരീരത്തിലേക്ക് കയറുന്നു. പെട്ടെന്ന് ആദിയുടെ പെരുമാറ്റം മാറുന്നു. അവൻ തല ഭിത്തിയിലിടിക്കാനും സ്വയം ഉപദ്രവിക്കാനും തുടങ്ങുന്നു. ഇതെല്ലാം ദൂരെ നിന്ന് കാർത്ത കാണുന്നുണ്ടായിരുന്നു. ആദിയെയും ആ ദുരാത്മാവ് കീഴടക്കിയെന്ന് അവന് മനസ്സിലാകുന്നു. ഉടൻ ഒരു താവീസ് കൊണ്ടുവന്ന് ആദിയുടെ വീട്ടുവാതിലിൽ കെട്ടിവെക്കുന്നു. പക്ഷേ അത് കണ്ട ആദിയുടെ അച്ഛൻ കാർത്ത എന്തോ കറുത്ത മാന്ത്രികം ചെയ്യുകയാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. കാർത്തയെ വിശ്വസിക്കാൻ ആരും തയ്യാറായിരുന്നില്ല. കാരണം 30 വർഷമായി എല്ലാവരും അവനെ ഒരു ഭ്രാന്തനായി മാത്രമാണ് കണ്ടിരുന്നത്. പക്ഷേ കാർത്തയ്ക്കറിയാമായിരുന്നു, ഇനി മരിക്കാൻ പോകുന്നത് സമാനല്ല, ആദിയാണ്. പിറ്റേന്ന് സ്കൂളിലെത്തിയ ആയുവിന് വീണ്ടും പഴയ ടീച്ചറുടെ ആത്മാവിനെ കാണാൻ സാധിക്കുന്നു. ഈ പ്രാവശ്യം ആ ആത്മാവ് ഒരേ ഒരു പേര് മാത്രമാണ് പറയുന്നത്, ആദി. അപ്പോഴാണ് ആയുവിനൊരു കാര്യം മനസ്സിലാവുന്നത്. മുമ്പ് ആത്മാവ് സമാൻ എന്ന് പറഞ്ഞപ്പോൾ സമാനെ രക്ഷിക്കാനുള്ള മുന്നറിയിപ്പായിരുന്നു അത്. ഇപ്പോൾ ആദി എന്നാണ് പറയുന്നത്. അതായത് അടുത്ത ഇര ആദിയായിരിക്കും. ഉടൻ തന്നെ ആയു ആദിയെ തിരഞ്ഞിറങ്ങുന്നു. സ്കൂൾ മുഴുവൻ തിരയുന്നു, വീട്ടിൽ പോകുന്നു. അവൻ പതിവായി പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അന്വേഷിക്കുന്നു. പക്ഷെ ആദിയെ എവിടെയും കണ്ടെത്താനാവുന്നില്ല. അതേസമയം ആദി കാട്ടിനുള്ളിലൂടെ നടക്കുകയായിരുന്നു. അവന്റെ മുഖം കണ്ടാൽ തന്നെ എന്തോ ശരിയല്ലെന്ന് മനസ്സിലാകും. പെട്ടെന്ന് അവൻ വഴിയിലൂടെ വന്ന ഒരു ചെറിയ കുട്ടിയെ വിചിത്രമായ ശബ്ദത്തിൽ വിളിക്കുന്നു. ആ കുട്ടിയും എന്തോ മയക്കത്തിലായതുപോലെ ആദിയുടെ പിന്നാലെ നടക്കാൻ തുടങ്ങുന്നു. ആ ദിവസത്തിനു ശേഷം ആദിയും ആ ചെറിയ കുട്ടിയും ഒരുമിച്ച് അപ്രത്യക്ഷരാകുന്നു. മുഴുവൻ ഗ്രാമവും അവരെ തിരഞ്ഞെങ്കിലും ഒരു സൂചന പോലും ലഭിച്ചില്ല. ഇതിനിടെ സ്കൂളിൽ എല്ലാ കുട്ടികളെയും ഒരുമിച്ച് കൂട്ടി പുതിയ ടീച്ചർ ഒരു നിർദ്ദേശം നൽകുന്നു. ഇനി ആരും വൈകുന്നേരം പുറത്തിറങ്ങരുത്, എല്ലാവരും ഒരുമിച്ച് വീട്ടിലേക്ക് പോയി പ്രാർത്ഥിക്കണം. അന്ന് സ്കൂൾ വിട്ടിറങ്ങുമ്പോൾ ആയു കാർത്ത നൽകിയ താവീസ് പുതിയ ടീച്ചറുടെ കയ്യിൽ കൊടുക്കുന്നു. താവീസ് കയ്യിൽ തട്ടിയ നിമിഷം ടീച്ചറുടെ മുഖഭാവം പെട്ടെന്ന് മാറുന്നു. വൈദ്യുതാഘാതം ഏറ്റതുപോലെ അവർ ഉടൻ അത് വലിച്ചെറിയുന്നു. ഒരു നിമിഷം അവർക്ക് ദേഷ്യം വരുന്നു. പക്ഷേ അടുത്ത നിമിഷം തന്നെ എല്ലാം മറച്ചുവെച്ച് ചിരിച്ചുകൊണ്ട് പറയുന്നു, എനിക്ക് ഇതുപോലുള്ള കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ല. ആയുവിന് അപ്പോൾ സംശയം തോന്നിയെങ്കിലും യഥാർത്ഥ സത്യം അവൾ ഇനിയും അറിഞ്ഞിരുന്നില്ല. കാരണം ഈ ഗ്രാമത്തിലെ ഏറ്റവും അപകടകാരിയായ വ്യക്തി എല്ലാവരും വിശ്വസിച്ചിരുന്ന ആ പുതിയ ടീച്ചർ തന്നെയായിരുന്നു. അതേസമയം പോലീസും ഗ്രാമവാസികളും ആദിയെ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അന്വേഷണത്തിനിടെ കാട്ടിനുള്ളിലെ ഒരു പഴയ തുരങ്കത്തിൽ നിന്ന് അവർക്ക് കാണാതായ ചെറിയ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്താൻ സാധിക്കുന്നു. പക്ഷേ ആദിയെ മാത്രം എവിടെയും കണ്ടെത്താനായില്ല. അതേസമയം മറ്റൊരു ഞെട്ടിക്കുന്ന സംഭവം കൂടി നടക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ച സമാനിന്റെ മൃതദേഹം ആരോ കല്ലറയിൽ നിന്ന് പുറത്തെടുത്ത് ആയുവിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവന്നിരുത്തിയിരുന്നു. ഇതെല്ലാം കണ്ട ഗ്രാമവാസികൾ ഭയന്ന് വിറയ്ക്കുകയാണ്. ഇതിനിടെ ആദിയെ അന്വേഷിച്ച് കാട്ടിലൂടെ പോയ ആയു ഒടുവിൽ അവനെ കണ്ടെത്തുന്നു. പക്ഷേ തന്റെ മുന്നിൽ നിൽക്കുന്നത് പഴയ ആദിയായിരുന്നില്ല. കയ്യിൽ വലിയൊരു കത്തിയുമായി ഒരു നായയെ ക്രൂരമായി കൊന്ന ശേഷം അതേ കത്തിയുമായി ആദി ആയുവിന്റെ നേരെ തിരിയുന്നു. ജീവൻ രക്ഷിക്കാൻ ആയു ഓടുന്നു. അടുത്തുണ്ടായിരുന്ന ഒരു വീട്ടിലേക്ക് കയറി വാതിൽ പൂട്ടുന്നു. പുറത്തുനിന്ന് ആദി തുടർച്ചയായി വാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കുന്നു. കുറച്ചു സമയത്തിന് ശേഷം ആ ശബ്ദം നിലയ്ക്കുന്നു. ആദി പോയെന്ന് കരുതി ആയു ആശ്വസിക്കുന്ന നിമിഷം വീട്ടിന്റെ പിൻവാതിൽ തുറന്ന് ആദി അകത്തേക്ക് കയറുന്നു. അവൻ ആയുവിനെ ആക്രമിക്കാൻ പോകുന്നതിനു മുമ്പ് തന്നെ പിന്നിൽ നിന്ന് ആരോ ആദിയുടെ തലയ്ക്കടിച്ച് അവനെ ബോധരഹിതനാക്കുന്നു.
അത് ഗ്രാമത്തിലെ സെക്യൂരിറ്റി ഗാർഡായിരുന്നു. ഉടൻ ആദിയെ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ എല്ലാവരും ചേർന്ന് ഖുറാൻ പാരായണം ചെയ്ത് അവനിൽ നിന്ന് ദുരാത്മാവിനെ പുറത്താക്കാൻ ശ്രമിക്കുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആദി കറുത്ത ദ്രാവകം ഛർദ്ദിക്കാൻ തുടങ്ങുന്നു. അവന്റെ ശരീരത്തിൽ നിന്ന് ദുരാത്മാവ് പുറത്തു പോകുന്നതുപോലെ എല്ലാവർക്കും തോന്നുന്നു. പക്ഷേ ആ അപകടം ഇനിയും അവസാനിച്ചിരുന്നില്ല. അപ്പോഴാണ് ചിലർ പറയുന്നത് ആദിയെ അവസാനമായി കണ്ടത് ശ്മശാനത്തിനടുത്താണെന്ന്. അതിനാൽ സമാനിന്റെ മൃതദേഹവും കല്ലറയിൽ നിന്ന് എടുത്തത് ആദിയായിരിക്കാമെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. അതിനിടെ ആദിയുടെ അച്ഛൻ ഒരു കാര്യം പറയുന്നു. കുറച്ചു ദിവസം മുമ്പ് കാർത്തയിന്റെ വീടിനു മുന്നിൽ ഒരു താവീസ് കെട്ടിയിരുന്നു. ഇതെല്ലാം അവന്റെ കറുത്ത മാന്ത്രികമാകാം. ഈ വാക്കുകൾ കേട്ടതോടെ ഗ്രാമവാസികളുടെ സംശയം മുഴുവൻ കാർത്തയിലേക്ക് തിരിയുന്നു. സത്യമറിയാതെ എല്ലാവരും ചേർന്ന് കാർത്തയുടെ കുടിലിലേക്ക് പാഞ്ഞെത്തുന്നു, അവനെ ക്രൂരമായി മർദ്ദിക്കാൻ. ഗ്രാമവാസികൾ കാർത്തയുടെ കുടിലിലേക്ക് പാഞ്ഞെത്തി ഒരു കാര്യം പോലും ചോദിക്കാതെ അവനെ ക്രൂരമായി മർദ്ദിക്കുന്നു. കാർത്ത എത്ര പറഞ്ഞാലും ആരും അവന്റെ വാക്കുകൾ കേൾക്കുന്നില്ല. അവനെ കൊന്നുകളയാൻ പോകുന്ന നിമിഷത്തിലാണ് പോലീസ് ഓഫീസർ അവിടെ എത്തുന്നത്. അദ്ദേഹം എല്ലാവരെയും തടഞ്ഞു നിർത്തി കാർത്തയെ തന്റെ സംരക്ഷണത്തിലേക്ക് മാറ്റുന്നു. ഇതിനിടെ ആദിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആയു കടുത്ത ഭയത്തിലായിരുന്നു. അവൾ അച്ഛനോട് ഒരു കാര്യം മാത്രം പറയുന്നു. കാർത്താങ്കിൾ നിരപരാധിയാണ്, അദ്ദേഹം നമ്മളെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ അച്ഛൻ അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് അവരുടെ വീട്ടുവാതിലിൽ ആരോ മുട്ടുന്നത്. വാതിൽ തുറന്നപ്പോൾ മുന്നിൽ നിൽക്കുന്നത് പുതിയ ടീച്ചറായിരുന്നു. ടീച്ചറെ കണ്ട നിമിഷം തന്നെ ആയുവിന്റെ മുഖം ഭയം കൊണ്ട് നിറയുന്നു. കാരണം അപ്പോഴാണ് സിനിമയിലെ ഏറ്റവും വലിയ രഹസ്യം വെളിപ്പെടുന്നത്. ആ പുതിയ ടീച്ചർ യഥാർത്ഥത്തിലൊരു മനുഷ്യയായിരുന്നില്ല. കുട്ടികളുടെ ഭയം ഭക്ഷണമാക്കി ജീവിക്കുന്ന ബ്ലാക്ക് മദർ എന്ന ഭീകര ദുരാത്മാവായിരുന്നു അവൾ. 30 വർഷം മുമ്പ് കാർത്തയുടെയും അവന്റെ 2 കൂട്ടുകാരുടെയും ജീവിതം തകർത്തതും ഇതേ ശക്തിയായിരുന്നു. ആ സത്യം മനസ്സിലാക്കിയതുകൊണ്ടാണ് കാർത്ത ആദ്യ ദിവസം മുതൽ ടീച്ചറെ കണ്ടു ഭയന്നത്. അത് ഉറപ്പാക്കാനാണ് അവൻ ആയുവിനൊരു താവീസ് കൊടുത്തത്. ഈ താവീസ് ടീച്ചറുടെ കയ്യിൽ കൊടുക്കൂ. അവൾ ശരിക്കും മനുഷ്യയാണെങ്കിൽ ഒന്നും സംഭവിക്കില്ല. പക്ഷെ എന്തെങ്കിലും അസ്വാഭാവികമായി പെരുമാറിയാൽ അവളാണ് ആ ദുരാത്മാവെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് താവീസ് തൊട്ട നിമിഷം ടീച്ചർ അത് വലിച്ചെറിഞ്ഞത്. ഇപ്പോൾ ആയുവിന്റെ മുന്നിൽ സ്വന്തം യഥാർത്ഥ രൂപം മറക്കേണ്ട ആവശ്യമില്ലെന്ന് ബ്ലാക്ക് മദറിനറിയാമായിരുന്നു. അവൾ ആയുവിന്റെ അടുത്തിരുന്ന് ഒരു ഭീകര സത്യം തുറന്നു പറയുന്നു. നിങ്ങളുടെ പഴയ ടീച്ചറെ കൊന്നത് ഞാനാണ്. സമാനിയും അവന്റെ ചേട്ടനെയും ഇല്ലാതാക്കിയത് ഞാനാണ്. ആദിയെ എന്റെ നിയന്ത്രണത്തിലാക്കിയത് ഞാനാണ്. 30 വർഷം മുമ്പ് കാർത്തയെ ഭ്രാന്തനാക്കിയതുപോലും ഞാനാണ്. ഈ സത്യങ്ങൾ കേട്ട ആയു പൂർണ്ണമായും ഞെട്ടിപ്പോകുന്നു. ഇനി ഈ ഗ്രാമത്തെ രക്ഷിക്കാൻ കഴിയുന്ന ഒരേയൊരു മനുഷ്യൻ കാർത്ത മാത്രമാണെന്ന് അവൾ തിരിച്ചറിയുന്നു. ബ്ലാക്ക് മദർ അവിടെ നിന്ന് പോയ ഉടൻ തന്നെ ആയു കാർത്തയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. എല്ലാ സത്യങ്ങളും അവനോട് പറഞ്ഞ ശേഷം അവൾ ഒരു കാര്യം കൂടി പറയുന്നു. ബ്ലാക്ക് മദർ ഇനി ആദിയെ കൊല്ലാൻ പോകുകയാണ്. അവനെ എന്തു വില കൊടുത്തും രക്ഷിക്കണം. അത് കേട്ട കാർത്ത ഒട്ടും വൈകാതെ ഒരു പദ്ധതി തയ്യാറാക്കുന്നു. നീ ആദിയെ അന്വേഷിക്കൂ, ഞാൻ ബ്ലാക്ക് മദറിനെ തടയാം. ഇരുവരും 2 വഴികളിലേക്ക് പിരിയുന്നു. കാർത്ത നേരെ ടീച്ചറുടെ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ അവൻ കണ്ടത് ഒരു മനുഷ്യനെയല്ല, വൃദ്ധയുടെ ഭീകര രൂപത്തിൽ നിൽക്കുന്ന ബ്ലാക്ക് മദറിനെയാണ്. കാർത്തയെ കണ്ടതും അവൾ അവന്റെ പഴയ ഓർമ്മകളെല്ലാം തിരിച്ചു കൊണ്ടുവരുന്നു. 30 വർഷം മുമ്പ് കാട്ടിൽ അവന്റെ 2 കൂട്ടുകാരെയും കൊന്നതും അവന്റെ വിരൽ കടിച്ചെടുത്തതും അവനെ ഭ്രാന്തനാക്കി വിട്ടതുമെല്ലാം കാർത്തയുടെ കണ്ണുകൾക്ക് മുന്നിൽ വീണ്ടും തെളിയുന്നു. ഒരു നിമിഷം കാർത്ത തളർന്നു പോകുന്നു. പക്ഷെ ഇത്തവണ അവൻ ഭയന്നോടിയില്ല. 3 വർഷം തന്റെ ജീവിതം നശിപ്പിച്ച ആ ദുരാത്മാവിനെ അവസാനിപ്പിക്കണമെന്ന് അവൻ തീരുമാനിക്കുന്നു. അതേസമയം ബ്ലാക്ക് മദറുടെ നിയന്ത്രണത്തിൽ ആദി നദിക്കരയിലേക്ക് നടക്കുകയായിരുന്നു. ആയു എത്ര തടയാൻ ശ്രമിച്ചിട്ടും അവൻ കേൾക്കുന്നില്ല. എല്ലാം അവസാനിക്കാൻ പോകുന്ന നിമിഷം ഗ്രാമം മുഴുവൻ ബാങ്ക് വിളി മുഴങ്ങുന്നു. ആ ബാങ്ക് വിളിച്ചത് മറ്റാരുമല്ല, കാർത്ത തന്നെയായിരുന്നു. ബാങ്ക് വിളിയുടെ ശബ്ദം കേട്ടതോടെ ബ്ലാക്ക് മദറുടെ ശക്തി പെട്ടെന്ന് കുറഞ്ഞു തുടങ്ങുന്നു. അതേസമയം നേരം പുലരുകയും ചെയ്യുന്നു. സൂര്യപ്രകാശം വീണതോടെ അവളുടെ ശക്തി വീണ്ടും കുറയുന്നു. അതുപയോഗിച്ച് കാർത്ത ധൈര്യത്തോടെ അവളെ നേരിടുന്നു. ബ്ലാക്ക് മദറുടെ നിയന്ത്രണത്തിൽ നിന്ന് ആദിയും മോചിതനാകുന്നു. ഒടുവിൽ കാർത്തയും ആയുവും ചേർന്ന് ആദിയെ രക്ഷിക്കുന്നു. ബ്ലാക്ക് മദർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഇരുട്ടിലേക്ക് മറയുന്നു. എല്ലാം കഴിഞ്ഞുവെന്ന് എല്ലാവരും കരുതുന്ന നിമിഷം സിനിമ മറ്റൊരു ഗ്രാമം കാണിക്കുന്നു. അവിടെ ഒരു ചെറിയ കുട്ടിയുടെ മുന്നിൽ വീണ്ടും അതേ ഭീകരരൂപം പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ബ്ലാക്ക് മദർ തോറ്റിട്ടില്ല, അവൾ അടുത്ത ഇരയെ തേടി വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഭയപ്പെടുത്തുന്ന ഒരു സൂചനയോടെ സിനിമ അവസാനിക്കുന്നു.